റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി താൻ ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിലെ G7 ഉച്ചകോടിയിൽ മോദിയുമായി ഉണ്ടായ ഉഭയകക്ഷി ചർച്ചയ്ക്കിടെയാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്ന് മോദി ട്രംപിനോട് ചോദിച്ചു. എളുപ്പമാണ്, എന്നാൽ മോസ്കോയും കീവും തമ്മിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാണെന്നും ചൂണ്ടിക്കാട്ടിയ ട്രംപ് 8 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്നും ആവർത്തിച്ചു. പ്രസിഡന്റ് സെലൻസ്കിയുമായും പ്രസിഡന്റ് പുടിനുമായും ഞാൻ ചർച്ചകൾ നടത്തി. ഞാൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു. നിങ്ങളോട് സത്യസന്ധമായി പറഞ്ഞാൽ ഇത് എളുപ്പമുള്ള ഒന്നായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവർ പരസ്പരം അധികം ഒരു ധാരണയിൽ എത്തുന്നില്ല. അത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു എന്നും ട്രംപ് പറഞ്ഞു. റഷ്യയിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താനുള്ള സാധ്യതയെക്കുറിച്ച് സംസാരിച്ച ട്രംപ് വാഷിംഗ്ടൺ സ്ഥിതിഗതികൾ വിലയിരുത്തലുകൾ തുടരുകയാണെന്നും ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ആഗോള ഊർജ്ജ വിപണികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. എണ്ണവില എത്രത്തോളം കുറയുമെന്നാണ് തങ്ങൾ നോക്കുന്നത്. അത് ശരിക്കും ഇടിയുകയാണ്. അധികം വൈകാതെ തന്നെ 4 മാസം മുൻപുള്ള വിലയിലേക്ക് അത് എത്തുമെന്നും ട്രംപ് പറഞ്ഞു. നേരത്തെ G7 നേതാക്കൾ യുക്രൈനിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, സൈനിക ശേഷി എന്നിവ വർദ്ധിപ്പിക്കാൻ ലൈസൻസുകൾ നൽകാനും അതോടൊപ്പം റഷ്യൻ എണ്ണ, വാതക മേഖലകൾക്കെതിരായ ഉപരോധങ്ങൾ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചു. അതേസമയം സമീപ മാസങ്ങളിലായി യുക്രൈൻ കൈവരിച്ച പുരോഗതിയെയും നേതാക്കൾ അഭിനന്ദിച്ചു. ശൈത്യകാലം വരാനിരിക്കെ യുക്രൈനിന് കൂടുതൽ പിന്തുണ നൽകുമെന്നും ട്രംപ് പറഞ്ഞു. തുടരുന്നിടത്തോളം കാലം രാജ്യത്തിന് അമേരിക്കൻ പിന്തുണയുണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. രാജ്യം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നേരിട്ടാൽ പ്രതിരോധിക്കാൻ മുന്നിലുണ്ടാകും. യു.എസും ഇന്ത്യയും തമ്മിൽ മികച്ച ബന്ധമാണുള്ളത്. തങ്ങൾക്കിടയിൽ യാതൊരു കരാറുകളുമില്ല. പക്ഷേ അവർ ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ കൂടെയുണ്ടാകും, പ്രത്യേകിച്ച് മോദി പ്രധാനമന്ത്രിയായി തുടരുകയാണെങ്കിൽ. അതേസമയം ഭരിക്കുന്ന മറ്റ് നേതാക്കളാണെങ്കിൽ അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടിയ ട്രംപ് താൻ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും കൂട്ടിച്ചേർത്തു. വ്യാപാര ഭൗമരാഷ്ട്രീയ തർക്കങ്ങൾ തുടരവെ 16 മാസങ്ങൾക്കിപ്പുറമാണ് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. നയതന്ത്ര ബന്ധത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായിരുന്നു. ഈയൊരു പശ്ചാത്തലത്തിൽ നിർണായകമാണ് ഈയൊരു കൂടിക്കാഴ്ച. പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഇന്ത്യ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും വിശ്വസ്തനായ സഖ്യകക്ഷിയാണെന്നും യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമുദ്ര സുരക്ഷ, സാമ്പത്തിക സഹകരണം, ഗൾഫ് മേഖലയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യം എന്നിവ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിൽ ഇന്ത്യ എന്തെങ്കിലും പങ്കുവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും ഉണ്ടെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ മറുപടി. എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുന്നിടത്തോളം കാലം ഈ ഇടപെടൽ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ വ്യക്തിബന്ധവും സ്ഥാനപരമായ മുന്നേറ്റവും അമേരിക്കൻ പ്രസിഡന്റ് എടുത്തു പറഞ്ഞു. വാണിജ്യ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ അന്തിമമാക്കുന്നതിലേക്ക് വളരെ അടുത്തെത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള അമേരിക്കയുടെ നയതന്ത്ര ഇടപെടലുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഗൾഫിലെ സമാധാനം ശാശ്വതമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിലെ പുരോഗതിക്ക് ട്രംപ് നൽകുന്ന നേതൃത്വത്തെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഗൾഫ് മേഖലയിലെ സ്ഥിരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഹോർമൂസ് കടലിടുക്ക് തുറന്നിടേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.